തിരുവനന്തപുരം നഗരത്തിൽ വെള്ളമില്ലാത്തൊരവസ്ഥ രൂക്ഷമാണല്ലോ മിനിസ്റ്റർ. അല്ല, ഇന്നലെ നമ്മള് കൂടിയിരുന്നു, നിങ്ങൾക്കറിയാലോ, കൂടിയിരുന്ന് വളരെ വിശദമായിട്ട് എന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്ത ശേഷം ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കി പിന്നെ ടാങ്കർ ലോറിയിൽ വെള്ളം എത്തിക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കി. ഈ പണി നടക്കുന്നതിന്റെ ഫലമായിട്ട് 44 വാർഡുകളിലാണ് ഇത് ബാധിക്കുന്നത്. അപ്പൊ ഇന്നലെ അവർ പറഞ്ഞത് രാത്രി നമുക്ക് കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടി കഴിയും. എന്തായാലും ഉച്ചയോടുകൂടി പിന്നെ എല്ലായിടത്തും വെള്ളം എത്തുന്നതിന് വേണ്ടി സംവിധാനം ഉണ്ടാവും എന്ന് ഉറപ്പായിട്ട് പറഞ്ഞതാണ്. പക്ഷെ ഇന്നിപ്പോ രാവിലെ ഞാൻ മനസ്സിലാക്കുന്നത് അവർ ഇന്നലെ കണക്ഷൻ കൊടുത്തപ്പോൾ അതിൽ വീണ്ടും തകരാറായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വെള്ളം കിട്ടാൻ സാധ്യതയില്ല. അല്ല, ഞാനിപ്പോ ഒരു 10 മണിക്ക് അങ്ങോട്ട് പോയിട്ട് എന്താണെന്ന് വെച്ചാൽ സ്പോട്ടിൽ ചെന്ന് തന്നെ എന്താ ഉണ്ടാകുന്നുള്ളവർ നോക്കിയിട്ട് മറ്റു ജില്ലകളിൽ നിന്നാണെങ്കിൽ നമ്മുടെ ജില്ലയിൽ ഇല്ലെങ്കിൽ പോലും ഈ കുടിവെള്ള ടാങ്കറുകൾ അങ്ങോട്ട് എത്തിക്കാനുള്ള സംവിധാനം ടാങ്കർ ഉണ്ട്. ഇപ്പം വാട്ടർ അതോറിറ്റിക്കാർ 10 ടാങ്കർ അഡീഷണൽ ആയിട്ട് ഇന്നലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോർപ്പറേഷൻകാർ അഡീഷണൽ ആയിട്ട് 10 ടാങ്കർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ വെള്ളം ക്യൂ നിൽക്കാതെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം വെച്ചാൽ വലിയ ക്യൂ ആണ്. ഹോസ്പിറ്റലിലൊക്കെ വെള്ളം എടുക്കുന്നതിന്റെയൊക്കെ വലിയ ക്യൂ ഉണ്ട്. പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നില്ല. കുട്ടികളടക്കം കുറച്ച് വാസ്തവം ഉണ്ട്. നമുക്ക് എന്തായാലും ഇപ്പം ഉച്ചയ്ക്ക് മുമ്പെങ്കിലും എന്തെങ്കിലും ഇനി കൂടുതൽ വാഹനങ്ങൾ ടാങ്കർ ലോറിയിൽ വെള്ളം കൊടുക്കേണ്ടി ഉണ്ടാകുന്നുള്ള വിവരം ഇപ്പൊ ഞാൻ ഒരു 10 മണിക്ക് ഞാനും മേയറും ഒക്കെ കൂടുതൽ ടാങ്കറുകൾ ഏർപ്പെടുത്തും അല്ലേ? കാരണം കൂടുതൽ ടാങ്കർ വെള്ളമാണല്ലോ, കുടിവെള്ളമാണല്ലോ. മനുഷ്യന് വെള്ളമില്ലാതെ എന്തെങ്കിലും കാര്യം നടക്കുമോ? ഈ ജലവകുപ്പ് ഇങ്ങനെ 2 ദിവസത്തെ പണി ഉണ്ടെന്നൊക്കെ നേരത്തെ അറിയാമായിരുന്നു. കുറച്ചുകൂടി ഒരു ക്രമീകരണം നടത്താമായിരുന്നു അല്ലേ വാട്ടർ അതോറിറ്റിക്ക്? അല്ല, ഇന്നലെ ഇതില് മന്ത്രിയെല്ലാം വളരെ സജീവമായിട്ട് ഇടപെട്ടിരുന്നു. മുഖ്യമന്ത്രി ഇന്നലെ ഇടപെട്ടിരുന്നു. ഇന്നലെ രാത്രി ഈ പണി നടക്കുന്ന സ്ഥലത്ത് മന്ത്രി റോഷി അഗസ്റ്റിൻ മന്ത്രി സന്ദർശിച്ചിരുന്നു. ഞാനായിട്ട് ഫോണിൽ സംസാരിച്ചിരുന്നു. എന്തോ ഒരു അവർക്ക് ഈ ഒരു ബദൽ സംവിധാനം പെട്ടെന്ന് ഈ പണി കഴിയുമെന്ന് അവർ ധരിച്ചു. അവിടെയാണ് ഒരു ചെറിയ വീഴ്ച സംഭവിച്ചത്. കാര്യം ഈ 2 ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാൻഡ് ബൈ ആയിട്ട് വാട്ടർ ടാങ്കറൊക്കെ നിർത്തണമായിരുന്നു. 2 ദിവസം ജനങ്ങൾ ഓക്കെയാണ്, അവർ ഈ വിവരം കിട്ടി, അതിൽ സന്തോഷം. പക്ഷേ ആ 2 ദിവസം കഴിഞ്ഞ് നീളുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വാട്ടർ അതോറിറ്റിക്ക് ഈ വെള്ളം കൊണ്ട് എത്തിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഒഴിവാക്കാമായിരുന്നു. അതെ, അവർ ഇന്നലെ തന്നെ അവർ ഉറപ്പായിട്ട് പറഞ്ഞാണല്ലോ. അപ്പൊ അപ്രതീക്ഷിതമായിട്ടാണല്ലോ ഈ സംഭവം ഉണ്ടായത്. വീണ്ടും വാൽവിന്റെ കുഴപ്പമുണ്ടായത്. അപ്പൊ അതുപോലെ ഞാൻ എന്തായാലും ഒരു 10 മണിക്ക് അങ്ങോട്ട് പോയതുകൊണ്ട് വേറെ ഒന്നും നടക്കാനില്ലെങ്കിൽ തന്നെയും കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് ടാങ്കറുകൾ വേണമെന്നുണ്ടെങ്കിൽ മിനിസ്റ്റർ ഒന്ന് അതിനകത്ത് ഇടപെട്ടാലേ. കാരണം ആൾക്കാർ നോക്കാം. ഓക്കെ മിനിസ്റ്റർ, താങ്ക് യു. മിനിസ്റ്റർ വി ശിവൻകുട്ടിയാണ് നമുക്കൊപ്പം ചേർന്നത്. മിനിസ്റ്റർ പറയുന്നത് പോലെ ക്രമീകരണങ്ങൾ നടത്താൻ ഈ ബദൽ സംവിധാനം ഒരുക്കുന്നതിന് ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ ഇനിയെങ്കിലും നമുക്കത് പരിഹരിച്ചേ മതിയാവൂ. 2 ദിവസം എന്ന് പറഞ്ഞു, നാട്ടുകാർ അത്യാവശ്യം വെള്ളമൊക്കെ 2 ദിവസത്തേക്കുള്ളത് ശേഖരിച്ചു വെച്ചു. 3-ാമത്തെ ദിവസവും കഴിഞ്ഞു. 4-ാമത്തെ ദിവസം ആകുമ്പോൾ അവരുടെ കയ്യിൽ പല സ്റ്റോറേജുകളും ഇല്ല. വലിയ വീടുകളിലൊക്കെ ആണെങ്കിൽ വലിയ സംഭുണ്ടാവും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. വാട്ടർ കളക്ട് ചെയ്ത് വെക്കാൻ പല വീടുകൾക്കും കഴിയില്ല. ഈ ചെറിയ പ്രദേശങ്ങളിലൊക്കെ ജീവിക്കുന്ന മനുഷ്യരുണ്ട്, ഉയർന്ന സ്ഥലങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ട്. അവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. പ്രായമായ മനുഷ്യരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, സ്കൂളിൽ പോകണം, കോളേജിൽ പോകണം. ഈ കുട്ടികൾക്കൊക്കെ പോകാൻ ഉള്ള സംവിധാനമില്ല. ഇന്ന് ഞായറാഴ്ചയാണ്, അവധി ദിവസമാണെങ്കിൽ പോലും അവർക്ക് പ്രാഥമിക കാര്യങ്ങൾ പോലുമുള്ള വെള്ളം കിട്ടുന്നില്ല എന്നതാണ് പ്രശ്നം. നിങ്ങൾ നോക്കൂ, അവിടെ ഈ സ്കൂട്ടിയിലും ഓട്ടോറിക്ഷയിലും ഒക്കെ ആയിട്ട് വെള്ളം കിട്ടുന്ന എവിടുന്നെങ്കിലും കുറച്ച് വെള്ളം ശേഖരിക്കാൻ വേണ്ടി ആളുകൾ നെട്ടോട്ടം ഓടുന്ന അവസ്ഥയാണ്. നമ്മുടെ ഭരണപരാജയം എന്നൊക്കെ പറയുന്നത്, ഞാൻ ഏതെങ്കിലും സർക്കാരിനെ മൊത്തത്തിൽ കുറ്റപ്പെടുത്തുകയല്ല, ഉദ്യോഗസ്ഥ തലത്തിൽ സംഭവിക്കുന്ന ഇത്തരം വീഴ്ചകൾ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റണം. ഇപ്പോഴും നമുക്ക് അതിനുള്ള സംവിധാനങ്ങളില്ല. ഇതിനകത്ത് ഒരു പ്രൊഫഷണലിസം വേണ്ടേ? നിങ്ങളുടെ അടുത്ത് വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് ഇട്ട് ജനങ്ങളെ അറിയിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ എന്ത് ചെയ്യും? അവർക്ക് വെള്ളം തന്നെ വേണ്ടേ സാർ? വളരെ പ്രധാനപ്പെട്ട വിഷയമല്ലേ? എന്തായാലും മന്ത്രി വി ശിവൻകുട്ടി ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. ഇന്ന് കൂടുതൽ ടാങ്കറുകൾ ആ സ്ഥലത്തേക്ക് എത്തിക്കുമെന്നാണ് കരുതുന്നത്. റിപ്പോർട്ടറിൻ്റെ കൂടുതൽ വാർത്താ സംഘങ്ങളും ഇന്നിപ്പോൾ ഈ വാർത്ത കൈകാര്യം ചെയ്യുന്നതിനായി തലസ്ഥാന നഗരിയിലേക്ക് എത്തും. നിങ്ങളുടെ വിശേഷങ്ങളും നിങ്ങളുടെ വിവരങ്ങളും പരാതികളും നമ്മൾ അധികൃതരെ കൃത്യസമയത്ത് അറിയിക്കുക കൂടി ചെയ്യും. കോർപ്പറേഷനും വാട്ടർ അതോറിറ്റിയും തമ്മിൽ ഇക്കാര്യത്തിൽ വേണ്ടത്ര കൂടിയാലോചന നടന്നു എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊരു അനാസ്ഥയുണ്ടായിരിക്കുന്നു. 2 ദിവസത്തെ പണി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4-ാം ദിവസത്തിലേക്ക് അത് നീണ്ടിരിക്കുന്നു. ഇന്നു പകലും വെള്ളമെത്താനുള്ള സാധ്യത കുറവാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബദൽ സംവിധാനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറാവണം. കാര്യങ്ങൾ കൈവിട്ടു പോകുമേ എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു.